എന്നിട്ട് നീ നിന്റെയിൽ അത് അവിടെ എന്റെയിൽ ഇത് ഇവിടെയുള്ള വിളമ്പിയത് നിനക്ക് എന്തറിയാ? ഞാൻ പറഞ്ഞു തരട്ടെ ശരിക്കും വിളമ്പുന്നത് എങ്ങനെയാന്ന് പറയാം. അവിയലിന്റെ അപ്പുറത്ത് എന്താണ്? കൂട്ടുകറി, നീ എവിടെ പച്ചടി. വെക്കും? എനിക്കിവിടെ എനിക്ക് സ്ഥലമില്ല. നീ എന്റെ അടുത്ത് ഇറക്കണ്ട. ഒത്തില്ല. എന്താണ് ഒത്തില്ല? നീ കൈ കഴുകിയോ? നീ കൈ കഴുകിയോ ഇല്ലയോ? ഞാൻ അവിടെ പാത്രം കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് കൈ കഴുകി. അതിനൊരു പ്രത്യേക ടേസ്റ്റാ. എടാ ഇത് കൃത്യമായിട്ട് അവള് കൈ കഴുകിയില്ല പ്രമോല് വരെ വരണം, മനസ്സിലായോ? എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? സന്തോഷായി. ചേട്ടാ കഴിയുമ്പോ മാറ്റി പറയുമായിരിക്കും അല്ലേ? ഫോർ എക്സാമ്പിൾ ഒരു ഓണത്തിന്റെ പരിപാടിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ബേസിക് കോസ്റ്റ്യൂം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. എനിക്ക് മനസ്സിലായി അങ്ങോട്ടാ വരുന്നത്. പ്രത്യേകിച്ച് അവരെ വിളിച്ചിട്ട് നമ്മൾ ചേട്ടാ ഓണപരിപാടിയാണ് ചേട്ടാ, ഓണത്തിന്റെ കോസ്റ്റ്യൂം ഇട്ട് വരണേ ചേട്ടാ. ജംപ് സ്കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഈ ഞെട്ടലുണ്ടാവില്ലേ? ഇവരുടെ മുമ്പിൽ നിന്ന് ഞെട്ടാതിരിക്കാനും പറ്റില്ല. ഞാൻ ഞെട്ടലേ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഈ സാധനം ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആരാധനയോടൊക്കെ നോക്കിയിരുന്ന എന്റെ അടുത്ത് സോ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് ചെറിയ പിള്ളേരുടെ അടുത്തൊക്കെ തലയൊക്കെ താക്കുന്ന പോലെ ഇവളിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ആ പഴം എനിക്ക് തന്നോളൂ. ഒരു കുഴപ്പമില്ല, ഇച്ചിരി വിഷമമുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അതെ, ഒരു കഷ്ണം എടുക്കണം. ഇല്ല ചേട്ടൻ സത്യമായിട്ടും കൊതി കിട്ടും. സ്നേഹം കൊണ്ടല്ല, കൊതി കിട്ടണമെന്ന് സത്യമായിട്ടും കിട്ടും.